ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പുതിയ ചാപ്റ്റർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് 4ാമത്തെ ചാപ്റ്ററാണ്. നമ്മളിപ്പം 3ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് ഈ പുതിയ ടെക്സ്റ്റ് കിട്ടുന്നതിന് മുമ്പ് പഴയ ടെക്സ്റ്റ് ഫോളോ ചെയ്തുകൊണ്ടാണത്. പുതിയ ടെക്സ്റ്റിൽ 4ാമത്തേതാണ് നമ്മൾ പഠിക്കുന്നത് 3ാമത്തേതായിട്ട് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേര് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്നാണ്. ബൈബാക്ക്, അതായത് ബൈബാക്ക് ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ അത് ഇഷ്യൂ ഷെയറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇഷ്യൂ ഷെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഷെയർ പബ്ലിക്കിനായിട്ട് കൊടുക്കുന്നതാണ് അല്ലേ. അതിന് നേരെ ഓപ്പോസിറ്റാണ്. പബ്ലിക്കിന് കൊടുക്കാതെ കമ്പനി തന്നെ കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. 2013 കമ്പനീസ് ആക്ടിൻ്റെ 68, 69, 70 വകുപ്പുകളിലാണ് ഈ ബൈബാക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കമ്പനി ബൈബാക്ക് നടത്തി, അതായത് ഓൺ ഷെയർസ് കമ്പനി തന്നെ വാങ്ങും, സ്വന്തം ഷെയറുകൾ അവർ തന്നെ വാങ്ങുന്നത് ഒക്ടോബർ 2000 ഫിലിപ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അങ്ങനെയൊരു ബൈബാക്ക് നടത്തിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ വൺ വേർഡിന് ചിലപ്പോൾ ചോദിക്കുന്നതാണ്, ഏത് സെക്ഷനിലാണ് ബൈബാക്കിനെ കുറിച്ച് പറയുന്നത്. ആദ്യമായിട്ട് ബൈബാക്ക് നടത്തിയ കമ്പനി ഏതാണ്? ഏത് കമ്പനിയാണ്? ഫിലിപ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ഏത് വർഷം? 2000 ഒക്ടോബറിൽ. നോക്കാം മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ്. ബൈബാക്ക് ഈസ് ദ റിവേഴ്സ് ഓഫ് ഇഷ്യൂ ഷെയർസ്. ഇഷ്യൂവിൻ്റെ നേരെ റിവേഴ്സ് ആണ് ഏത്? ബൈബാക്ക് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ബൈയിങ് ഓഫ് ഓൺ ഷെയർസ്, സ്വന്തം ഷെയറുകൾ വാങ്ങുക. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്. നിലവിലുള്ള ക്യാപിറ്റലിൽ നിന്ന് പുനർനിർമ്മിക്കുന്നതാണ് റീസ്ട്രക്ചർ. അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നതിനെയാണ് എന്തെന്ന് പറയുക? ബൈബാക്ക് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ബൈബാക്ക് നടത്തുന്നത്? ഒന്ന്, ടു ഇംപ്രൂവ് റിട്ടേൺസ് ഓൺ ക്യാപിറ്റൽ എന്നുള്ള റിട്ടേൺസ് കമ്പനിക്ക് തന്നെ, അതായത് പുറത്തുനിന്നുള്ളവർക്ക് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പോകുകയല്ലേ ഡിവിഡൻഡ്. അപ്പോൾ കമ്പനി തന്നെ കമ്പനിയുടെ ഷെയർ വാങ്ങിയാലോ ഡിവിഡൻറ്റും എവിടെ തന്നെ കിട്ടും? കമ്പനിയിൽ തന്നെ കിട്ടും. അപ്പോൾ റിട്ടേൺസ് കൂട്ടുക. 2, ടു റിട്ടേൺ സർപ്ലസ് ക്യാഷ് ടു ദി ഇൻവെസ്റ്റേഴ്സ്. അധികം കിട്ടുന്ന പൈസ എന്ത് ചെയ്യാം? ഇൻവെസ്റ്റേഴ്സിനായിട്ട് കൊടുക്കാൻ പറ്റും. ടു ഇൻക്രീസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് കൂട്ടാനായിട്ട് സാധിക്കും. ആരും വാങ്ങിയില്ല കുഴപ്പമില്ല, കമ്പനി തന്നെ അതെടുക്കും. മനസ്സിലായില്ലേ? ടു ചേഞ്ച് ദ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട്. ടു ഇൻക്രീസ് ദ ഇ പി എസ് എന്ന് പറഞ്ഞാൽ ഏണിങ്സ് പെർ ഷെയർ. ഒരു ഷെയറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏണിങ്സ്. ഇപ്പോൾ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് കൂടുമെന്ന് പറഞ്ഞില്ലേ? മാർക്കറ്റ് പ്രൈസ് കൂടുമ്പം തന്നെ ഓട്ടോമാറ്റിക്കലി എന്തായി? ഒരു ഷെയറിൽ നിന്ന് കിട്ടുന്ന ഏണിങ് കൂടി. ഇനി എന്താണ്? ടു പ്രിവെൻറ്റ് ഹോസ്റ്റൈൽ ടേക്ക് ഓവർ ബിഡ്സ്. ബിഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ലേലം എന്നൊക്കെ പറയും. അപ്പോൾ വലിയൊരു കൂട്ടത്തോടു കൂടിയുള്ള ഷെയർ പർച്ചേസിങ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. ടു ഇംപ്രൂവ് ദ ഫിനാൻഷ്യൽ ഹെൽത്ത് ആഫ്റ്റർ ബൈബാക്ക്. എന്താണ്? ബൈബാക്കിനോടുകൂടി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഫിനാൻഷ്യൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ടു അച്ചീവ് ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ടു സർവീസ് ദ ഇക്വിറ്റി മോർ എഫിഷ്യൻ്റ്ലി. ഇത്രയുമാണ് അതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. കാരണങ്ങൾ പറയുന്നുണ്ട്. കാരണങ്ങൾ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. ഒന്ന്, ഹെൽപ്സ് EPS. അതിൽ കണ്ട പോലെ തന്നെ, ഒബ്ജക്റ്റീവ് കണ്ടതുപോലെ തന്നെ EPS ഏണിങ്സ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തേത് മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. സർപ്ലസ് അത് തന്നെയാണ് കേട്ടോ. ഈ ഒബ്ജക്റ്റീവ് തന്നെയാണ് ഏതായിട്ടും വരുന്നത്? അഡ്വാൻറ്റേജസ് ആയിട്ടും വരുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇൻക്രീസ് പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഇൻ ദി കമ്പനി. പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനി തുടങ്ങാനായിട്ട് മുൻകൈ എടുക്കുന്നവരാണല്ലോ, അവരുടെ ഹോൾഡിങ്സ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിനെ റീസ്ട്രക്ചർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ലിക്വിഡ് അസറ്റ്. ഇറ്റ് ഹെൽപ്സ് ടു യൂട്ടിലൈസ് ദ ലിക്വിഡ് അസറ്റ് ടു എൻഹാൻസ് ദ വാല്യൂ ഓഫ് ദ കമ്പനി. ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷായിട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതും ക്യാഷും ഒക്കെയാണ് ലിക്വിഡ് അസറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ലിക്വിഡ് അസറ്റ് കമ്പനിയുടെ തന്നെ ബെനിഫിറ്റിന് വേണ്ടി, കമ്പനിക്ക് ക്യാഷ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ കമ്പനിയുടെ തന്നെ ഷെയർ വാങ്ങുക. അപ്പോൾ കമ്പനിയുടെ ലിക്വിഡ് അസറ്റ് കമ്പനിക്ക് തന്നെ ബെനിഫിറ്റായിട്ട് മാറും. മറ്റൊന്ന്, ഇറ്റ് ഈസ് എ റിവാർഡ് ഫോർ ഇൻവെസ്റ്റേഴ്സ്. ദെൻ ഇറ്റ് വിൽ ഇംപ്രൂവ് ദ കമ്പനീസ് ഇമേജ്. ഇതെല്ലാം നമ്മൾ എവിടെ കണ്ടതാണ്? ഒബ്ജക്റ്റീവിനകത്ത് കണ്ടത്. ചെറിയ 1-2 പോയിന്റ് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. ഇനി ഡേഞ്ചേഴ്സ് ഓഫ് ബൈബാക്ക്. ഇങ്ങനെ ബൈബാക്ക് നടത്തുന്നത് കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അപകടം എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് മേ ബി യൂസ്ഡ് ആസ് എ ടൂൾ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്. അതായത് ബിസിനസ്സിനുള്ളിൽ തന്നെ, കമ്പനിക്കുള്ളിൽ തന്നെയുള്ള കച്ചവടങ്ങൾ അത് കൂടാനായിട്ടുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. ഇറ്റ് മേ ബി യൂസ്ഡ് ഫോർ മാനിപ്പുലേറ്റിംഗ് ദ പ്രൈസസ് ഓഫ് ഷെയർസ്. കമ്പനിയുടെ ഷെയറിൻ്റെ വിലയിൽ മാനിപ്പുലേഷൻ നടത്താനായിട്ട് കാരണമാകുന്ന, യഥാർത്ഥത്തിൽ കാണിച്ചിരിക്കുന്ന വിലയേക്കാളും കൂടുതൽ കാണിക്കുക, അങ്ങനെയൊക്കെയുള്ള മാനിപ്പുലേഷൻസ്, കൃത്രിമങ്ങൾ കാണിക്കാനായിട്ട് കാരണമാകും. ദെൻ ഇറ്റ്
വീക്കൻസ് ദ പൊസിഷൻ ഓഫ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായത് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഷെയറുകൾ മാത്രം വാങ്ങിയിരിക്കുന്ന ആളുകൾ, കൂടുതലും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും മൈനോറിറ്റിയിലൊക്കെ വരുന്നത്. അപ്പോൾ ആ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ് ഏത് ഈ ബൈബാക്ക് എന്ന് പറയുന്നത്. ഇനി ലീഗൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ട് ലീഗൽ പ്രൊവിഷൻസ് ആണുള്ളത്. ഒന്ന് ജനറൽ പ്രൊവിഷൻസും രണ്ട് സ്പെസിഫിക് പ്രൊവിഷൻസും. ഒന്നാമത്തേതിൽ ജനറൽ പ്രൊവിഷൻസിൽ വരുന്ന ഏതൊക്കെയാണ്? സോഴ്സസ് ഓഫ് ബൈബാക്ക്, കണ്ടീഷൻസ് ഓഫ് ബൈബാക്ക്, മിസ്ലേനിയസ് പ്രൊവിഷൻസ് എന്ന് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇനി സ്പെസിഫിക് പ്രൊവിഷൻസിനകത്ത് ലിസ്റ്റഡ് കമ്പനീസിനും അൺലിസ്റ്റഡ് കമ്പനീസിനുമുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം. സോഴ്സസ് ഓഫ് ബൈബാക്ക് സെക്ഷൻ 68 സബ്സെക്ഷൻ 1 അത് പറയുന്നത്. ബൈബാക്കിനുള്ള സോഴ്സ്, അതായത് കമ്പനിയുടെ ഷെയർ കമ്പനി തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനുള്ള പണം കമ്പനിക്ക് എവിടുന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ പണം ഉപയോഗിക്കാം, ഏതൊക്കെ പണം ഉപയോഗിക്കരുത്, അതിനെയാണ് ഈ സെക്ഷനകത്ത് പറയുന്നത്. ഒന്നാമതായിട്ട് ഫ്രീ റിസർവ്, കമ്പനിക്കുള്ള ഫ്രീ റിസർവുകൾ. അതിലേതൊക്കെ വരുന്നുണ്ട്? സർപ്ലസ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള ബാലൻസ് പ്രോഫിറ്റ് ആണെങ്കിൽ. പിന്നെ ജനറൽ റിസർവ് ഉപയോഗിക്കാം, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ് ഉപയോഗിക്കാം, വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഫണ്ട്, എംപ്ലോയീസ് ആക്സിഡൻറ്റ് ഫണ്ട്, അതൊക്കെ എന്താണ് ലയബിലിറ്റി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഫ്രീ റിസർവിനകത്ത്. ഇനി രണ്ടാമത്തെ പറയുന്നതാണ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. മൂന്നാമത്തേത് പ്രൊസീഡ്സ് എനി ഷെയർസ് ഓർ അതർ സെക്യൂരിറ്റീസ്. ഈ മൂന്നെണ്ണമാണ് റിസർവിനകത്ത് വരുന്നത്. ഇനി കണ്ടീഷൻസ് ഓഫ് ബൈബാക്ക്, ബൈബാക്കിൻ്റെ സമയത്ത് ഏതൊക്കെ കണ്ടീഷൻസ് ആണുള്ളത് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ബൈബാക്ക് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾസ്, കമ്പനിയുടെ നിയമാവലിയിൽ ഇതിനുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. രണ്ട്, കമ്പനി ഷുഡ് പാസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇൻ എ ജനറൽ മീറ്റിംഗ് ഓതറൈസിംഗ് ദി ബൈബാക്ക്, കമ്പനിയുടെ പൊതുയോഗത്തിൽ ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കണം, ബൈബാക്കിനെ സംബന്ധിച്ച പ്രമേയം പാസ്സാക്കിയിരിക്കണം. മൂന്നാമത്തേത് ദി എമൗണ്ട് ഇൻവോൾവ് ഇൻ ബൈബാക്ക് ഷുഡ് നോട്ട് എക്സീഡ് 25% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്സ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും ഫ്രീ റിസർവും കൂടി ചേരുന്ന തുകയുടെ 25% കൂടുതൽ ബൈബാക്ക് ചെയ്യാൻ പാടില്ല. എന്നാൽ ഇത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ, ബട്ട് ഇഫ് ഇക്വിറ്റി ഷെയർസ് ആർ ടു ബി ബൈബാക്ക്, എമൗണ്ട് ഇൻവോൾവ് ഇൻ ബൈബാക്ക് ഷുഡ് നോട്ട് എക്സീഡ് 25% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇൻ ദോസ് ഫിനാൻഷ്യൽ ഇയർ. ഇത് ഈ ഇക്വിറ്റി ആണെങ്കിൽ അതിനകത്ത് ഫ്രീ റിസർവ് കൂടാൻ പാടില്ല. ഓരോ ഫിനാൻഷ്യൽ ഇയറിലെയും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ പെയ്ഡപ്പിൻ്റെ 25% കൂടുതലാകരുത് ബൈബാക്ക് ചെയ്യുന്നത്. പ്രിഫറൻസ് ആണെങ്കിൽ അത് ഫ്രീ റിസർവും ക്യാപിറ്റലും കൂടി ചേരുന്നതിൻ്റെ 25% കൂടരുതെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ദ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് നോട്ട് മോർ ദാൻ 2:1 ആഫ്റ്റർ സച്ച് ബൈബാക്ക്. അപ്പോൾ കമ്പനിക്ക് നമ്മൾ അടുത്ത വർഷം പഠിക്കുന്നതാണ്, അത് കുറേ റേഷ്യോസൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്നൊരു റേഷ്യോ ഉണ്ട്. ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ലോങ് ടൈം ഡെപ്റ്റുകൾ, ദീർഘകാല വായ്പകൾ, അതായത് ഡിബഞ്ചർ, ലോങ് ടൈം ലോൺസ്, മോർഗേജസ്, ഇതിനെയൊക്കെയാണ് നമ്മൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. കടം വാങ്ങിച്ചേക്കുന്നത്, ഡിബഞ്ചർ കടപ്പത്രമാണ്, കടപ്പത്രത്തിലൂടെ പൈസ കടമെടുക്കുന്നതാണ്. ലോങ് ടൈം ലോൺസ്, ബാങ്കിൽ നിന്നൊക്കെ ദീർഘകാലത്തേക്ക് ലോൺ എടുക്കുന്ന, മോർഗേജസ്, പണയം, ഇതൊക്കെ ഡെപ്റ്റാണ്. അപ്പോൾ ഈ ഡെപ്റ്റ് കൊടുത്തു വിട്ടാനുള്ള ഇക്വിറ്റി ഷെയർ കമ്പനിക്കുണ്ട്. ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയർ, റിസർവ്, സർപ്ലസ്, ഇതൊക്കെ ചേരുന്നതിനെയാണ് ഇക്വിറ്റി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാൽ കമ്പനിക്ക് ബാധ്യത കൊടുത്തു വിട്ടാനുള്ള കഴിവുണ്ടോ, ആ കഴിവിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൈബാക്ക് നടത്തിയതിന് ശേഷം കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 കൂടാനായിട്ട് പാടില്ല. ഇനി പാർട്ട്ലി പെയ്ഡ് ഓഫ് ഷെയർസ് ഓർ സെക്യൂരിറ്റി കനോട്ട് ബി ബോട്ട് ബാക്ക് ബൈ ദി കമ്പനി. അപ്പോൾ ഇത് ബൈബാക്ക് ചെയ്യണമെങ്കിൽ അത് എങ്ങനെയായിരിക്കണം? ഫുള്ളി പെയ്ഡ് ആയിരിക്കണം. പാർട്ട്ലി പെയ്ഡപ്പ് ബൈബാക്ക് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഇനി മറ്റൊന്ന് പറയുന്നത് ദ സെക്യൂരിറ്റീസ് ഓഫ് ബോട്ട് ബാക്ക് ഷുഡ് ബി ഫിസിക്കലി ഡിസ്ട്രോയിഡ് വിത്തിൻ 7 days ആഫ്റ്റർ ബൈബാക്ക്. ബൈബാക്ക് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 7 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഫിസിക്കൽ, അതായത് അതിനെ സംബന്ധിച്ചിട്ടുള്ള മറ്റ് ഡോക്യുമെൻറ്റുകളൊക്കെ നമ്മൾ നശിപ്പിച്ച് കളയും. ഫിസിക്കലി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എക്സിസ്റ്റ് ചെയ്യാനായിട്ട്, പിന്നെ അത് ഒരു ഷെയർ ഹോൾഡറുടെ പേരിൽ അങ്ങനെ ഒന്നും അത് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല എന്നാണ് പറയുന്നത്. ക്യാപിറ്റലിലേക്ക് മാറ്റേണ്ടതാണ്. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ബൈബാക്ക് എ കമ്പനി കനോട്ട് ഇഷ്യൂ സെയിം കൈൻഡ് ഓഫ് ഷെയർസ് ഓർ സെക്യൂരിറ്റി ഫോർ എ പീരീഡ് ഓഫ് 6 months. ബൈബാക്ക് കഴിഞ്ഞാൽ അതേ തരത്തിലുള്ള ഷെയറുകളോ സെക്യൂരിറ്റീസോ 6 മാസം കഴിയാതെ പിന്നീട് പബ്ലിക്കിന് കൊടുക്കാൻ പാടുള്ളതല്ല.
ദെൻ മണി ബോറോഡ് ഫ്രം ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ബൈബാക്ക്. നമ്മൾ ബാങ്കിൽ നിന്ന് കടമെടുത്ത തുക അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ നിന്ന് കടമെടുത്ത തുകയൊന്നും ഏതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല? ബൈബാക്കിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഇത്രയുമാണ് അതിൻ്റെ കണ്ടീഷൻസ്. ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പറയുന്നത് ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് സെക്യൂരിറ്റീസ് ക്യാൻ ബി ബോട്ട് ബാക്ക് ഇഫ് ദ സെക്യൂരിറ്റീസ് ആർ പാർട്ട്ലി പെയ്ഡ് അപ്പ് ദേ മസ്റ്റ് ബി മെയ്ഡ് ഫുള്ളി പെയ്ഡ് അപ്പ് ബൈ മേക്കിംഗ് ഫൈനൽ കോൾ. എന്ത് ചെയ്യണം? പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ഫൈനൽ കോളും കൂടെ വിളിച്ച് ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റണം. രണ്ടാമത്തേത് സഫിഷ്യൻറ്റ് ബാലൻസ് മസ്റ്റ് ബി സ്റ്റാൻഡിങ് ടു ക്രെഡിറ്റ് ഓഫ് ഫ്രീ റിസർവ്സ് ഇഫ് ബൈബാക്ക് ഈസ് മെയ്ഡ് ഓൺ ഫ്രീ റിസർവ്. ഫ്രീ റിസർവിൽ നിന്നാണ് ബൈബാക്ക് നടത്തുന്നത് എങ്കിൽ റിസർവിൽ ആവശ്യത്തിന് പണം ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് ഫ്രീ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം ഇവയൊക്കെ ഉപയോഗിച്ചാണ് ബൈബാക്ക് നടത്തുന്നത് എങ്കിൽ ഓരോ വർഷവും എന്ത് ചെയ്യണം? an amount equal to the face value or nominal value of shares bought back must be transferred from free reserve or security premium to the CRR account. ഈ ഫ്രീ റിസർവിൽ നിന്നോ പ്രീമിയത്തിൽ നിന്നോ ആണ് നമ്മൾ ബൈബാക്ക് നടത്തുന്നത് എങ്കിൽ ഷെയറിൻ്റെ നോമിനൽ വാല്യൂവിന് തുല്യമായ തുക എവിടേക്ക് മാറ്റണം? CRRലേക്ക് മാറ്റണം. ദ പ്രീമിയം ഇഫ് എനി പെയ്ഡ് ഓൺ ബൈബാക്ക് മസ്റ്റ് ബി റിട്ടേൺ ഓഫ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഓർ ഫ്രീ റിസർവ്. പ്രീമിയം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇതിൽ നിന്ന് എഴുതി തള്ളണം. സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രീ റിസർവിൽ നിന്ന് എഴുതി തള്ളണം. ദെൻ ഡിസ്കൗണ്ടിലാണെങ്കിലും മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ CRR ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. അപ്പോൾ ഈ റിസർവിൽ നിന്നൊക്കെ തുക CRRലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിൽ നല്ലൊരു എമൗണ്ട് ഉണ്ടാവും അല്ലേ? അതെന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം? ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർ കൊടുക്കാനായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഇനി ഇങ്ങനെ ബൈബാക്ക് നടത്തുമ്പോൾ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി എന്ന് പറയും. സെബി കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്നാമത്തേത് നോ ഓഫർ ഓഫ് ബൈബാക്ക് ഫോർ 15% ഓർ മോർ ഓഫ് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ് ഓഫ് ദ കമ്പനി ഷാൽ ബി മെയ്ഡ് ഫ്രം ദി ഓപ്പൺ മാർക്കറ്റ്. 15% കൂടുതൽ ഫ്രീ റിസർവിൻ്റെയോ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും കൂടെ ചേരുന്ന അല്ലേ? അതെന്ത് ചെയ്യാൻ പാടില്ല? ഓപ്പൺ മാർക്കറ്റിൽ നമ്മൾ ഓഫർ കൊടുക്കാനായിട്ട് പാടില്ല. കമ്പനി ഷാൽ നോട്ട് മേക്ക് എനി ഓഫർ ഓഫ് ബൈബാക്ക് വിത്തിൻ എ പീരീഡ് ഓഫ് 1 year കൗണ്ട് ഫ്രം ദി ഡേറ്റ് ഓഫ് ക്ലോഷർ ഓഫ് ദ പ്രിസീഡിങ് ഓഫർ ഓഫ് ബൈബാക്ക്. ബൈബാക്ക് കഴിഞ്ഞാൽ ഒരു കൊല്ലമെങ്കിലും എന്ത് ചെയ്യണം? ഓഫർ പിന്നീട് പബ്ലിക്കിനായിട്ടൊരു ഓഫർ കൊടുക്കാനായിട്ട് പാടില്ല. പിന്നെ കമ്പനി ഷാൽ എൻഷുർ ദാറ്റ് അറ്റ്ലീസ്റ്റ് 15% ഓഫ് ദി എമൗണ്ട് earmarked for the buyback is utilized for buying back shares or other specified securities. ഇങ്ങനെ കിട്ടുന്ന എയർമാർക്ക്, അതായത് 50%, എൻഷുർ ദാറ്റ് 50% ഓഫ് ദി എമൗണ്ട് എയർമാർക്ക്ഡ് ഫോർ ബൈബാക്ക്. ബൈബാക്കിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന മാറ്റി വെച്ചിരിക്കുന്ന തുകയുടെ 50% ഇതിലേക്കായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് എൻഷുർ ചെയ്യണം. ഇതുകൂടാതെ ബോണസ് ഷെയർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല? ബൈബാക്ക് നടത്താനായിട്ട് പാടില്ല. അതുപോലെ തന്നെ പേയ്മെൻറ്റുകളെല്ലാം എങ്ങനെ നടത്തിയിരിക്കും? ഓൾ പേയ്മെൻറ്റ്സ് വിൽ ബി മെയ്ഡ് ഓൺലി ബൈ ക്യാഷ് ഓർ ചെക്ക്. ക്യാഷായിട്ടോ ചെക്കായിട്ടോ തന്നെ ആയിരിക്കണം പേയ്മെൻറ്റുകൾ നടത്തുന്നത്. ബൈബാക്ക് ഓഫർ വിൽ നോട്ട് ബി വിഡ്രോൺ ആഫ്റ്റർ പബ്ലിക് അനൗൺസ്മെൻറ്റ്. പബ്ലിക്കിന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ബൈബാക്ക് നടത്തുന്നത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ബൈബാക്ക് ഓഫർ വിഡ്രോ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇത്രയും തിയറി നോക്കി വെക്കുക കേട്ടോ. ഓക്കെ.